ഓ രാവിലത്തെ അങ്ങ് വലിച്ചു കയറ്റിക്കോ. ദേ മനുഷ്യ വലിക്കണൊക്കെ കൊള്ളാം. ചാരം മണ്ണം കൊണ്ട് ഇവിടെ അങ്ങ് ഇട്ടാണ്ടല്ലോ തന്നെത്താനെ അങ്ങ് വാരിക്കളഞ്ഞോണം. ഈ പുകയും ശ്വസിച്ച് ഇവിടെ കഴിയാനുള്ള കർത്താവേ എൻ്റെ വിധി. നിങ്ങൾ നന്നാക്കിയല്ലോ മനുഷ്യ. ഇപ്പൊ പോയതേ എൻ്റെ ഭാര്യ സാറയാ. ഇതൊരു സ്നേഹമാണെന്നറിയാം അവൾക്കെന്നോട്. അല്ല നിങ്ങൾക്ക് എന്തറിയാം, എനിക്ക് മീൻകറി നല്ല പുളി വേണമെന്ന് അവൾക്കറിയാം. പക്ഷെ ഇന്നേ വരെ പുളി കിട്ടൊരു മീൻകറി, മധുരമുള്ളൊരു കാപ്പി അവളെനിക്കുണ്ടാക്കി തന്നിട്ടില്ല. പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, ഞാൻ നന്നായാലെന്ന്. ശാപം. അല്ല, ഇവളുടെ ഈ തിരുമോന്ത കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാ കുടിക്കാതിരിക്കുക? ഹലോ, ഈപ്പനല്ലേ? ആ, റോബർട്ടാ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ, വിത്തിൻ ഹാഫ് ആൻ അവർ ഐ വിൽ ബി ദർ. ഓക്കെ ഓക്കെ. ഇനി 4 കാലിലാവും കയറി വരിക. അല്ല, അങ്ങനെ എന്തുവാ പറഞ്ഞ്? ഞാൻ അങ്ങേർക്ക് മീൻകറിൽ പുളിയിട്ട് കൊടുക്കുന്നില്ലെന്നോ? ഇച്ചിരി പുളി എങ്ങാനും കൂടിപ്പോയാൽ അങ്ങനെ പ്രഷർ പിടിപ്പിച്ച് കൊല്ലാൻ നോക്കാന്ന് പറയും. ചായക്കെങ്ങാനും മധുരം കൂടിപ്പോയാൽ മനഃപൂർവ്വം ഷുഗർ പിടിപ്പിക്കാനാണ് ചെയ്താന്ന് പറയും. പിന്നെ ഞാൻ അങ്ങേർക്ക് എങ്ങനെ മനസ്സമാധാനം വെച്ച് വിളമ്പി കൊടുക്കും? ഇങ്ങനൊരു ജന്മം. എവിടെ പോയി? നല്ല മഴ ഉണ്ടല്ലോ കർത്താവേ. വീട്ടിലിരിക്കുന്നത് ആദ്യം അങ്ങേർക്ക് അറിയോ? അങ്ങനെ വരട്ടെ. നിങ്ങളിത് എവിടെയായിരുന്നു മനുഷ്യ? ഈ മഴയെല്ലാം കൊണ്ട് ഇങ്ങേർക്ക് വല്ല അസുഖം പിടിക്കത്തില്ലായോ? ഓ, വന്നിരി. സാറ് ഇഷ്ടമാണോടി സാറ്? എന്തുവാ മനുഷ്യൻ നിങ്ങൾ ഈ കൊച്ചു പിള്ളേരെ പോലെ? നീ വല്ലതും കഴിച്ചോടി സാറേ? ഓ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഞാൻ നിങ്ങളില്ലാണ്ട് കഴിക്കുവോ? അൻ്റെപ്പൻ ഇന്നും വിളിച്ചില്ലല്ലേ? ഒന്നും വിളിച്ചില്ല. അമ്മച്ചിയുടെ പുറകെ നിന്ന് മാറാതെ നടന്ന കൊച്ചനാ. അന്നക്കുട്ടിയും ജോർജ് മോനും കാണാൻ എനിക്ക് കൊതിയായിട്ട് പോയ സാറേ. കഴിഞ്ഞ ക്രിസ്മസിനല്ലായോ കണ്ടത്? നമ്മളൊന്നും ഇപ്പം അവന് വേണ്ടല്ലേ? നിങ്ങൾ എന്തുവായി പറയുന്ന മനുഷ്യ? അവനക്ക് 100 കൂട്ടം തിരക്കുണ്ടാവത്തില്ലായോ? നീ കൂടി ഇല്ലായിരുന്നെങ്കിൽ റോബർട്ട് ഈ ഭൂമി തനിച്ചായി പോയെന്നെ സാറേ. എനിക്ക് ലോകത്ത് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ മനുഷ്യ എങ്ങനെ കുടിക്കുന്നേ? എന്റെ വിഷമം കൊണ്ടാ സാറേ. ഓ, എന്തോ വിഷമം? എനിക്കില്ലായ വിഷമമൊക്കെ എന്നിട്ട് ഞാൻ കുടിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ പറ്റി ഒരു ചിന്തയില്ല. എന്നെ ഇഷ്ടമല്ല സാറേ. ഓ, ഇനി നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഇഷ്ടപ്പെടാനാടി? പോ പിണങ്ങാതെ സാറേ. ഓ, പിന്നെ നിനക്കിപ്പോ എന്താ വേണ്ടേ? റോബർട്ട് കൂടി നിർത്തണോ? റോബർട്ട് കൂടി നിർത്തണോ? റോബർട്ട് കൂടി നിർത്തി. ഇന്നത്തോടെ റോബർട്ട് കൂടി നിർത്തി. സത്യം. വിശ്വസിക്കടി. സത്യം. സാറയാണ് സത്യം. നാളെ കൂടി ഇടണേ സത്യം. നമുക്ക് വല്ലതും കഴിച്ചു വരാം. വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് തന്നെ ഒരു ഗൃഹാന്തരീക്ഷം സൃഷ്ടിച്ചു നമ്മുടെ മനസ്സിൽ റോബർട്ടും സാറയും. വളരെ സന്തോഷം. വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ പെർഫോം ചെയ്തു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. വളരെ തന്മയത്വമായിട്ട് ചെയ്തു രണ്ടുപേരും.
നന്നായിരുന്നു. കുറച്ചും കൂടി ഇനി അത് നമുക്ക് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്താൽ നന്നാക്കി കൊണ്ടുവരാം രണ്ടുപേരെയും. പിന്നെ ഈ പറഞ്ഞ ഒരു ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് പോകരുത്. അത് ക്യാരക്ടർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളത് ആവശ്യം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയലോഗിലെങ്കിലും നമ്മളത് എടുത്ത് മാറ്റിയിരിക്കണം. അപ്പോഴേ നമുക്ക് ഈ ടൈം ലാപ്സ് കിട്ടുന്നുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ അദ്ദേഹം പോയതിന് ശേഷം അവിടെ ഇരുന്നത് തുന്നിക്കൊണ്ടിരുന്നിരുന്നു. അപ്പം നമുക്കത് ടൈം ലാപ്സ് ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ചൂല് അവിടെ കിടക്കുമ്പോൾ കാലത്ത് കൊണ്ടിട്ട ചൂല് ഇനി എടുത്ത് മാറ്റിയില്ലേ എന്ന് നമുക്ക് തോന്നാം. ഡാൻസ് മൂവ്മെൻറ്റ്സ് കുറച്ച് ഒഴിവാക്കാം അദ്ദേഹം ചെയ്ത്. അതെ, അതും കുറച്ച് അത് പ്രാക്ടീസ് വരുമ്പോൾ ശരിയാവും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി 100% നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വസിക്കാം. ഓക്കെ, താങ്ക് യു മാഡം. നോട്ട് ബാഡ് എന്നല്ല പറയിപ്പിക്കേണ്ടത്, ഗംഭീരമായി എന്നുള്ളത് പറയിപ്പിക്കണം. അത് പക്ഷേ നമുക്ക് ഇറ്റ്സ് ഓക്കെ, നിങ്ങളുടെ ആദ്യത്തെ റൗണ്ടാണത്. സോ യു സ്റ്റിൽ ഹാവ് ടൈം. ഇത്തരം സംഭവങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഐഡിയ ഒരാളുടേതാവരുത്. മനസ്സിലായില്ലേ? രണ്ടുപേരും പങ്കിടുന്ന ഐഡിയ ആയിരിക്കണം അത്. അപ്പോഴേ ഒരു ടീമാവുന്നുള്ളൂ. അത് ആദ്യത്തെ പോയിന്റ് എനിക്ക് തോന്നിയത്, നിങ്ങളുടെ കോസ്റ്റ്യൂംസൊക്കെ നന്നായിട്ടുണ്ട്, നിങ്ങളുടെ ലുക്സ് നന്നായിട്ടുണ്ട്. ദർ ഈസ് ആൻ ആംഗ്ലോ ഇന്ത്യൻ ഹാങ് ഫോർ ഇറ്റ്. അപ്പം നമ്മൾ കണ്ടപ്പോഴേ നേരത്തെ പറഞ്ഞു ഒരു ആംഗ്ലോ ഇന്ത്യൻ ലുക്കുണ്ട്, അതിനുള്ള മാർക്ക് നമ്മൾ നേരത്തെ തന്നു കഴിഞ്ഞിരിക്കുന്നു ഫോർ യുവർ അപ്പിയറൻസ്. എനിക്കിഷ്ടപ്പെടാതെ പോയത് ആ തോർത്തുകൊണ്ടാണ്. ഇത്തരത്തിൽ ഡ്രസ്സ് ചെയ്യുന്ന ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ വീട്ടിൽ അത്തരത്തിലുള്ളൊരു തോർത്തുകൊണ്ടായിരിക്കില്ല കാണാൻ. ദാറ്റ് വിൽ ബി എ ടർക്കിഷ് ടവൽ അല്ലേ? അല്ലേ? അതാണ് ഫസ്റ്റ് വിഷ്വൽ എനിക്ക് തോന്നിയ ഒരു ഇൻകറക്റ്റ് സാധനം. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനും വേണ്ടി കൂടിയാണ് കേട്ടോ, അല്ലാതെ ഞാൻ നിങ്ങളെ അങ്ങ് വിമർശിച്ച് കൊല്ലുമല്ല. തോർത്തുകൊണ്ട് ഞങ്ങൾ ആദ്യമേ കൊണ്ടുവരാൻ മറന്നു, എന്നിട്ട് ഇവിടുന്ന് തോർത്തിട്ട് അതങ്ങനെ പറ്റിപ്പോയി. അതാണ്. അപ്പോൾ അത് നേരത്തെ ആലോചിക്കണം നമുക്ക് കളർഫുൾ തോർത്തുകൊണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം കൈവച്ച കാണിച്ചോണ്ടിരുന്നു. അത് മോശവും. അത് വീണ്ടും ഞാൻ പറയും, അത് കൈവച്ച ശരിയായി. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ തലയെ കെട്ടിയിരിക്കുന്ന അതടിച്ചങ്ങ് തോർത്തിയാൽ മതിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഏറ്റവും എന്നാലും കുഴപ്പമില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പൊ വേണ്ട പറഞ്ഞു. അതാണ് മുരളി സാർ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതാണ് ആ കെമിസ്ട്രി ആണ്. നമുക്കത് കെമിസ്ട്രി കുറവ് കാണാനുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ എനർജി ലെവലിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം ഇറ്റ്സ് ഒരു പാസീവ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. രണ്ടുപേരുടെ ഒരുപാട് കാലം ജീവിച്ച് മക്കളൊക്കെ വിദേശത്തോ മറ്റോ പോയ രണ്ട് ദമ്പതികളുടെ ഒരു അവസാന ദിവസങ്ങളാണ്, അല്ലെങ്കിൽ അവസാന വർഷങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ പാസീവ്നെസ് വാസ് ഓക്കെ. ഇപ്പോൾ നമ്മൾ ആദ്യം വിഷ്വലിലാണ് അനീഷിനെ കാണുന്നത്. ഈ റോബർട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ വിഷ്വലിൽ കാണുകയാണ്. ഓക്കെ. പിന്നെ റോബർട്ട് നടന്നു വന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ സംസാരിച്ച സമയത്ത് അത് അനീഷിൻ്റെ വോയിസ് ആയിരുന്നു. അത് അനീഷ് പറയുന്ന പോലെയാണ് അത് വന്നത്. അതിൻ്റെ ആ വോയിസിൽ ഈ പ്രായം, വിഷ്വലിൽ നമുക്ക് കാണുന്ന പ്രായം വോയിസിൽ വന്നില്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് കുറഞ്ഞു പോകും. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ, ഇപ്പോൾ ഇത്രയും പോയിൻറ്റ്സൊക്കെ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും നിങ്ങളുടെ റിയലിസ്റ്റിക് അപ്രോച്ച്, നമ്മളെപ്പോഴും പറയാറുള്ള വല്ലാതെ നാടകീയതയൊന്നും കൊടുത്ത് അഭിനയിക്കാൻ ശ്രമിക്കാതെ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ ശ്രമിച്ചത് അത് ഒരു നല്ല പരിധി വരെ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായിരുന്നു ഇതിലെ ഏറ്റവും നല്ല ആസ്പെക്റ്റ്. കീപ് ഇറ്റ് അപ്പ്. എനിക്ക് ആദ്യം ഫീൽ ചെയ്ത ഒരു കാര്യം, ഫസ്റ്റ് ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ മ്യൂസിക് അല്ലേ? അപ്പോൾ അതിൽ മ്യൂസിക് വരുമ്പോഴും നമ്മൾ അതിൻ്റെ ലിറിക്സ് കേട്ടിട്ടുള്ള എക്സ്പ്രഷൻസ് വേരി ചെയ്യും. അപ്പോൾ അനീഷ് ആദ്യം എനിക്ക് ഫീൽ ചെയ്തത് ആ മ്യൂസിക്കിന് തന്നെ മറ്റേ ആ ലൈൻ ലിറിക്സ് വരുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷനിലേ ഇങ്ങനെ ഇരുന്നു. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. പിന്നെ രണ്ടുപേരുടെയും ആ ഓൾഡ് ഗെറ്റപ്പിന്, ഓഫ് കോഴ്സ് യു ലുക്ക് ഗുഡ്, ആംഗ്ലോ ഇന്ത്യൻസ് ആണെന്ന് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു. ആ അപ്പിയറൻസ് ഉണ്ട്, പക്ഷേ ആ ഓൾഡ് ഏജിൻ്റെ ആ ഒരു ഇത് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളൊരു ഇങ്ങനെ ഈ വൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഓൾഡ് ആണെങ്കിലും ഫിസിക്കലി ആൻഡ് വെൻ യു ഡെലിവർ യുവർ ഡയലോഗ്സ് ആ വയസ്സായി എന്നുള്ളത് കാണിക്കണം. അത് കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നത് ദ യൂസ് ഓഫ് ഇംഗ്ലീഷ് വിൽ ബി മോർ. അതിൽ അനീഷ് മാത്രം ആ ഫോണിൽ മാത്രമേ അവിടെ ഒരു ഇത് പറഞ്ഞുള്ളൂ. ഈ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷനിലും കൂടെ അത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. പിന്നെ ഞാൻ എഴുതിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സഞ്ജിതയുടെ
ഡയലോഗിൻ്റെ ക്ലാരിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം. അഫ്കോഴ്സ് ദിസ് ഈസ് ദ ബിഗിനിങ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ കിട്ടിയ ഒരു ഇതാണ് ഈ ഒരു ഇത് ഫസ്റ്റ് പെർഫോമൻസ് ആണ്. പക്ഷേ യു ഹാവ് എ ലോങ് വേ ടു ഗോ. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വെൻ വി സേ നെഗറ്റീവ് പോയിൻറ്റ്സ് ഇറ്റ് ഈസ് യു ഷുഡ് ടേക്ക് ഇറ്റ് ഇൻ ദ പോസിറ്റീവ് സൈഡ്. കാരണം ഇനി അങ്ങോട്ടുള്ളതിൽ യു ഹാവ് ടു റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. ഗുഡ് പെർഫോമൻസ്, എക്സലൻറ്റ് പെർഫോമൻസ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഓക്കെ. Sure, ma'am.